ഡേ 2 ഇപ്പം ജിമ്മിലെത്തി. സ്റ്റെയർ മാസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. 7 minutes ആയി. 32 calories, 188 steps. 12 മിനിറ്റ് കൊണ്ട് ഏതൊരു മെഷീനിലും കാർഡിയോ ചെയ്താൽ ഇത്രയും ടയർഡാവത്തില്ല. ഇത് പക്ഷേ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെയർ മാസ്റ്റർ സജസ്റ്റ് ചെയ്തത്. ട്രെഡ്മില്ല് 12 മിനിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് കാർഡിയോ മെഷീൻ ആയാലും ഇത്രയും ഒരു എഫക്റ്റ് ഇല്ല. പണ്ട് ലിഫ്റ്റൊന്നും ഇല്ലാത്ത സമയത്ത് സ്റ്റെയർ കയറി ശീലമുള്ള ആൾക്കാർക്കൊന്നും ഒരസുഖവും ഒന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് കണ്ണി കണ്ടതെല്ലാം വലിച്ചു വാരി തിന്ന് ജിമ്മിൽ കൊണ്ടുപോയി പൈസ കൊടുത്തിട്ട് നമ്മളിപ്പം പടി കയറി ഇറങ്ങുന്നു. ഇന്ന് എനിക്ക് ഈസി ആയിട്ട് 20 minutes വരെ പാകം കേട്ടോ. ഇപ്പം 95 calorie, 574 steps. ഇപ്പോൾ നമ്മൾ മിക്സഡ് വർക്കൗട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റിലെ ഫ്ലൈ ആണ്. അപ്പം ഇത് നിങ്ങളുടെ ജിമ്മിലൊക്കെ ഈ മെഷീൻ കാണും. ഈ മെഷീൻ കാണുമ്പം സാധാരണഗതിയിൽ ഈ മെഷീൻ ഇങ്ങനത്തെ ഒരു ലെവലായിരിക്കും. അത് നമ്മൾ കുറച്ച് മാറ്റി ഇടണം. പക്ഷേ ഇപ്പോഴത്തെ ജിമ്മിലൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് മെഷീൻസ് ഉണ്ട്. ഇവിടെ പക്ഷേ ഒരു പഴയ രീതിയിലുള്ള മെഷീനാണ്. അപ്പം നമ്മൾ ലെഗ് ഇത്രയും ഇതാക്കി വെക്കണം, ചെസ്റ്റ് അടുപ്പിക്കണം. ഞാൻ ഇട്ടേക്കുന്ന 20-ലാണ് കേട്ടോ, കാരണം നമ്മൾ കൂടുതൽ റെപ്സ് ചെയ്യുന്നു വെയിറ്റ് കുറച്ചിട്ടിട്ട്. നമ്മുടെ ബാക്കും ചെസ്റ്റിൻ്റെ ബാക്കും നമ്മുടെ ചെയറയിൽ നല്ലപോലെ മുട്ടിയിരിക്കണം. മാക്സിമം ബാക്കിലോട്ട് പോകണം. നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ ഫുൾ മോഷനിൽ ചെയ്യണം. ഇപ്പോൾ ചിലവർ ചെയ്യുന്ന ഇതിന് മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മിസ്റ്റേക്ക് ഇവിടെ വരെ ചെയ്തിട്ട് തിരിച്ചിങ് വരും. എന്നാ ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നു, പക്ഷെ അങ്ങനെ വരും. അപ്പോൾ ഞാൻ 20-ലാണ് വെയിറ്റ് ഇട്ടേക്കുന്നത്, 20 LB. ഇപ്പോൾ 20 LB ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ റെപ്സ് ചെയ്യാം. അപ്പോൾ ഞാൻ 20 റെപ്സ് ചെയ്യും. നമ്മൾ കുറേ നാൾക്ക് ശേഷം ചെയ്യുവാണെങ്കിൽ പോലും, അതുപോലെ ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിലും കുറേ വെയിറ്റ് ഇട്ട് ചെയ്യരുത്. അപ്പം 3 സെറ്റ് 20 റെപ്സ്, 20 LB. അടുത്ത നമ്മളെ മിക്സ് വർക്കൗട്ടിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ഡമ്പൽ വെച്ചിട്ടുള്ള ചെസ്റ്റ് പ്രസ് ആണ്. അപ്പം ഈ ഡമ്പൽ വെച്ചുള്ള ചെസ്റ്റ് പ്രസ്സിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിന്ന് 10-ൻ്റെ എടുത്തേക്കുന്നത്, 10 LB രണ്ടെണ്ണം എന്ന് വെച്ചാൽ കൂടുതൽ റെപ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 20 റെപ്സാണ് ചെയ്യുന്നത് 10 LB വെച്ചിട്ട്. ഫ്ലൈ അടിച്ചപ്പോഴേ ടയേർഡായി, ഇനിയിപ്പം എന്തായാലും ടയേർഡാവും. അപ്പം ഇത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇങ്ങനെ വെക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഫ്യൂച്ചറിൽ നമ്മൾ 25 എടുക്കും, 30 എടുക്കും, 40 എടുക്കും, 50 LB ഒക്കെ എടുക്കുമ്പോൾ ഇത് നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അതായത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഈ താഴേന്ന് എടുത്തുകൊണ്ട് ചെയ്യാതെ ഇങ്ങനെ വേണം എടുക്കാനും, വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വെക്കാനും. ഇതിൽ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എൽബോ ടക്ക് ചെയ്യുന്നതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ ഇതിപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പൊക്കണ്ട, അല്ലാതെ ഓക്കെ മതി. സോ ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ എൽബോ നമ്മുടെ ഇന്നറിലേക്ക് ടക്ക് ചെയ്യണം. എന്നിട്ട് ചെസ്റ്റ് നല്ലപോലെ അപ്പാക്കി പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതി. കണ്ടോ? അപ്പോൾ എൽബോ ഇങ്ങനെ ആവരുത്, എൽബോ അകത്തേക്ക് ടക്ക് ചെയ്തിരിക്കണം, ചെസ്റ്റ് അപ്പാക്കി പിടിക്കണം, മേളിലോട്ട് പുഷ് ചെയ്യണം. ചെസ്റ്റ് പ്രസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് ആണ്. സംസാരിക്കാനൊന്നും വയ്യ. നമ്മൾ വളരെ ഫുഡ് വളരെ കുറച്ച്, ഈ കലോറി നല്ലപോലെ കുറച്ച് ഫുഡ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. പക്ഷേ ആദ്യത്തെ ഒരു 1-2 ആഴ്ചത്തേക്കേ ഉള്ളൂ, പിന്നത് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ഈ ബെഞ്ച് ഒരു 30 ഡിഗ്രിയിൽ ഇടണം. 30 ഡിഗ്രിയിൽ ഇട്ടാലാണ് കറക്റ്റായിട്ട് ചെസ്റ്റിന് പിടിക്കുന്നത്. 40ക്ക് മേലിലാണെന്നെങ്കിൽ നമുക്ക് അത് ഷോൾഡറിന് പിടുത്തം പോകും. സോ ഇത് സെയിം തന്നെ. ലെഗ് ഈ പൊസിഷനിൽ വെക്കുക, ഡംബൽസ് ഈ കൈ വെക്കുക, എൽബോസ് എപ്പോഴും അകത്തേക്ക് ടക്കാക്കി വെക്കുക, പ്രസ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. സി കണ്ടോ? എൽബോസ് ഇങ്ങനെ ടക്കാക്കി വെക്കുക. ഇങ്ങനെ വെക്കരുത്, തെറ്റാണ്. ഇങ്ങനെ വെക്കണം, മേലോട്ട് പ്രസ് ചെയ്താൽ മതി. നമ്മളെപ്പോഴും ബ്രീത്തിങ് പൊസിഷൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിങ്ങനെ താഴേക്ക് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇനി ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് കഴിഞ്ഞു, ട്രൈസ് ആണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും 2 വീക്സ് നമ്മൾ മിക്സഡ് വർക്കൗട്ട് ചെയ്യുന്നത്. ഈ 2 വീക്സിൽ ഓരോ ദിവസവും ചെസ്റ്റിൻ്റെ വർക്കൗട്ട്, ട്രൈസിൻ്റെ വർക്കൗട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചെസ്റ്റ് നാളെ നമ്മൾ ഷോൾഡർ ആഡ് ചെയ്യും, അപ്പം ഏതെങ്കിലും ഒരു വർക്കൗട്ട് കുറയ്ക്കും. അപ്പോൾ ഓരോ ദിവസവും
വേറെ വേറെ വർക്കൗട്ടുകൾ ചെയ്യും ഒരേ ബോഡി പാർട്ടിൻ്റെ. അതായത് ചെസ്റ്റിൻ്റെ ഇന്ന് 2 ചെസ്റ്റ് പ്രസ്സും ഇൻക്ലൈനും ചെയ്തെങ്കിൽ നാളെ ചെസ്റ്റിൻ്റെ വേറെ വർക്കൗട്ട് ചെയ്യും. ചെസ്റ്റിൻ്റെ ട്രൈസെപ്സ് പുൾ ആണ് ഞാൻ 40 ചെയ്യുന്നത്. 40 എനിക്ക് അത് നല്ല കംഫോർട്ടാണ്. 30 പോകണ്ട, 40. നിങ്ങളുടെ കംഫോർട്ട് ഏതാണെന്ന് വെച്ചാൽ കംഫോർട്ട് പൊസിഷൻ ചെയ്തു. പക്ഷേ 20 റെപ്സ് ചെയ്യണം. ഇതും ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യണം. താഴെ വരെ പോകണം. 20 റെപ്സ് 3 സെറ്റ്സ്. അപ്പോൾ ട്രൈസെപ്സിൻ്റെ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ റോപ്പിൻ്റെയാണ്. ഈ റോപ്പ് വെച്ചിട്ട് ഇത് ലൈറ്റ് വെയിറ്റ് കൊടുത്താൽ മതി. ഇതൊരു 30 LB, 20 റെപ്സ് 3 സെറ്റ്സ്. ഇത് നല്ല പവർഫുൾ വർക്കൗട്ട് കേട്ടോ. ഇത് നല്ല കോൺട്രാക്ഷൻ കിട്ടും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വി ഷേപ്പിൽ അങ്ങ് പോകണം മേലോട്ട്. ഇതിങ്ങനെ ടക്ക് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ നല്ലൊരു പിടുത്തം കിട്ടുന്നത് ആ ഒരു രീതി ചെയ്യാം. എനിക്ക് 3-4 ആയപ്പോൾ തന്നെ നല്ല പിടുത്തമുണ്ട്. സാധാരണ നമ്മൾ ബിഗിനേഴ്സിന് അതുപോലെ തന്നെ ഈ പിള്ളേർ സെറ്റിനൊരു വിചാരമുണ്ട്, നമ്മൾ ഈ ബൈസെപ്സ് ചെയ്താലാണ് കൈക്ക് നല്ല സൈസ് വെക്കുന്നത്. പക്ഷേ അതാണ് തെറ്റാണ്. ബൈസെപ്സിൻ്റെ മസിൽസ് എന്ന് പറയുന്നത് വളരെ ചെറിയ മസിൽസാണ്. പക്ഷേ ട്രൈസെപ്സിന് വർക്കൗട്ട് ചെയ്താലാണ് നല്ല സൈസ് വെക്കുക കൈക്ക്. കാരണം ഈ ബാക്ക് പോർഷൻ നല്ല രീതിക്ക് സൈസ് വെക്കുന്നത് ട്രൈസെപ്സിന് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് വർക്കൗട്ടാണ്, ലാറ്റ് പുൾ ഡൗൺ. അപ്പം ഞാനിത് പറയാൻ കാരണം, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാമിൽ 1000-ലേറെ റീൽസും 10,000-ലേറെ വീഡിയോസ് യൂട്യൂബിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജിമ്മിൽ ഇതെങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ ഏത് ജിമ്മിൽ പോയാലും ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. നമ്മളെപ്പോഴും കാണും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഏത് ജിമ്മിൽ പോയാലും ഒരാളങ്ങനെ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിലെ ഈ ലെഗ് അഡ്ജസ്റ്റ് ചെയ്യണം. ലെഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ പൊസിഷൻ ഇരിക്കണം. എന്നിട്ട് ഇന്ന് നമ്മളിപ്പം മിക്സഡ് വർക്കൗട്ട് ആയതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ഇട്ടാൽ മതി. 20 റെപ്സ് 3 സെറ്റ്സ് ലൈറ്റ് വെയിറ്റ്. എൻ്റെ ഫേവറേറ്റ് വർക്കൗട്ടാണ് ബാക്ക് വർക്കൗട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടല്ലോ, ഇത് പിടിക്കേണ്ടത് ഇങ്ങനല്ല, ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ വരണം. ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ആണോ കാല് നല്ലപോലെ കയറി ഇരുന്നിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് കണ്ടോ. ഇതെൻ്റെ ലാസ്റ്റ് സെറ്റാണ്. അപ്പോൾ നമ്മളിന്ന് ചെസ്റ്റിൻ്റെ ഫ്ലൈ സ്റ്റാർട്ട് ചെയ്തു. മിക്സഡാണ്. ചെസ്റ്റിൻ്റെ ഫ്ലൈ സ്റ്റാർട്ട് ചെയ്തു. 3 സെറ്റ് 20 റെപ്സ്. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് പ്രസ് ചെയ്തു 3 സെറ്റ് 20 റെപ്സ്. 10 ആയിരുന്നു, 10 LB ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻക്ലൈൻ ചെയ്തു. എന്നിട്ട് ട്രൈസെപ്സിൻ്റെ 2 വർക്കൗട്ട് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ 3 സെറ്റ് ചെയ്തു. എല്ലാം നമ്മൾ 3 സെറ്റ് 20 റെപ്സ്. അപ്പം നമ്മൾ ലാറ്റ് പുൾ ഡൗൺ ചെയ്തില്ലേ, ഇതിൻ്റെ തന്നെ ഒരു റിവേഴ്സ് ഗ്രിപ്പ് ഉണ്ട്. നമ്മൾ എപ്പോൾ ഈ ലാറ്റ് പുൾ ഡൗൺ ചെയ്താലും ആ റിവേഴ്സ് ഗ്രിപ്പോട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് ഇതിൻ്റെ റിവേഴ്സ് ഗ്രിപ്പാണ്. സോ ഇവിടെ പിടിച്ചുകൊണ്ട് ലാറ്റ് പുൾ ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ സൈഡിലെ മസിൽസിന് നല്ല സ്ട്രെങ്തനിങ് കിട്ടും, മസിൽസ് വൈഡാവും. പക്ഷേ ഈ റിവേഴ്സ് ഗ്രിപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മളെ 2 രീതി സഹായിക്കും. ഒന്നെന്നറിയോ, നമുക്ക് പുള്ളപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ ഫോർ ആംസിന് നല്ല ഗ്രിപ്പ് കിട്ടും. ബൈസെപ്സിന് ചെറിയ രീതിയിൽ എഫക്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഈ സെൻറ്റർ ബാക്കിനും കൂടെ നല്ല സ്ട്രെങ്തനിങ് കിട്ടും. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വെയിറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മളിന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചെയ്യുന്നില്ല. ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്കറിയാമോ, ഈ ജിമ്മിൽ ആദ്യമായിട്ട് വരുന്ന പിള്ളേർ, അതുപോലെ തന്നെ പ്രായമായാലും വന്നതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അവർ ജിമ്മിൽ വരാത്തത് അതെന്താണെന്ന് വെച്ചാൽ ഈ വർക്കൗട്ടിന് ശേഷം സ്ട്രെച്ച് ചെയ്യാത്തതാണ്. കാരണം വർക്കൗട്ടിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ആയിട്ട് പോയില്ലെന്ന രീതിയിൽ ഈ മസിൽസ് എല്ലാം കൂടെ ഭയങ്കരമായിട്ട് പെയിൻ ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് വേദന എടുക്കത്തില്ല, പക്ഷേ നാളെ മറ്റന്നാളൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ നമുക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് അപ്പോൾ Day 2 കഴിഞ്ഞു. ഇനി നാളെ Day 3 കാണാം. ബൈ.